സമയം ഒരു ഉച്ച മുക്കാലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. കഞ്ഞിയും പയറും കൂടെ ഒരുമിച്ചിട്ട് കുക്കറിലടിക്കില്ലേ, അങ്ങനെ കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. പിന്നെ അച്ചാർ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. ചേട്ടൻ്റെ ഒരു വീക്ക്നെസ് ആണ് അച്ചാർ. അപ്പം ഞാൻ നാരങ്ങാച്ചാറാണ് എടുത്തത്. നാരങ്ങാച്ചാറും ഉപ്പൊക്കെ ഇട്ട് കഞ്ഞി ഇങ്ങനെ ഇളക്കി കുടിക്കാൻ എന്ത് രസമാണല്ലേ. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ലേഡീസ് ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കൂല്ലേ. നല്ല ചൂട് പറക്കുന്ന ആവി പറക്കുന്ന കഞ്ഞിയാണ്. ഈശ്വരാ, എൻ്റെ അണ്ണൊക്കെ പൊള്ളിപ്പോയി കേട്ടോ. അത്രയ്ക്ക് ചൂടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഊതി അങ്ങ് ഇറക്കി. ഇത് കഴിഞ്ഞിട്ട് വേണം മോൻ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി വെക്കണം. സ്നാക്സ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം സ്കൂളിൽ പോകാനായിട്ട്. ഞാൻ തന്നെയാണ് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് കരുതി. വന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അത് പിന്നെ ഈസി അല്ലേ, വേഗം നടക്കും. ക്യാബേജ്, ഉള്ളി, തക്കാളി എല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് കുനുകുനാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഉണ്ട് കേട്ടോ. ക്യാരറ്റ് ഞാൻ രാവിലെ അരിഞ്ഞിട്ട് ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്തിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് പോകാൻ കേട്ടോ. ഞാൻ ഇത് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആക്ച്വലി ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. സ്കൂളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കുട്ടികളൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. ഞാനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ദാ മോൻ എത്തി. അങ്ങനെ നമ്മൾ തോമസ് കുട്ടി വിട്ടോടാ പറഞ്ഞിട്ട് വീട്ടിലോട്ട് വരികയാണ്. സ്കൂളിൻ്റെ പുറത്ത് നിന്ന് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. പാരൻസും ടീച്ചേഴ്സ് കണ്ട് എങ്ങനെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാലോ പിന്നെ പറയണ്ടാലോ, അവിടെ ഒരു യുദ്ധം തന്നെ ആയിരിക്കുമല്ലോ. എല്ലാ വീട്ടിലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥയെന്ന് എനിക്കറിയാം. അപ്പോൾ ബുക്കും ബാഗും യൂണിഫോമും എല്ലാം അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് ഞാൻ എല്ലാം പെറുക്കി ഒതുക്കി വെച്ചിട്ട് വന്ന് സാൻഡ്വിച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു. സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചിട്ട് താണ്ട മോൻ ഇതാ ട്യൂഷന് വന്നിരിക്കുകയാണ്. ബായൊക്കെ പറഞ്ഞ് അവർ ട്യൂഷന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പെയ്യെ കിച്ചണിലോട്ട് കയറി. എനിക്കൊരു കോഫി കുടിക്കണം. വൈകുന്നേരം 4 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ കോഫി കുടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇനി ഒരിടത്ത് പോകാനുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ കോഫി അനത്തുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ അവർ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരുമിച്ചാണ് കോഫി അനത്തി കുടിക്കാറുള്ളത്. ഇന്നിപ്പോൾ എനിക്ക് പോകണമെങ്കിൽ ഒരു എനർജി ആണെങ്കിൽ ഒരു കോഫി കുടിക്കണം. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരം ഓരോ കോഫി എനിക്ക് മസ്റ്റാണ് കേട്ടോ. ഈ ചായ എനിക്ക് ഇഷ്ടമേ അല്ല. ചായ കുടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പോകുകയാണെങ്കിൽ അവർ ചായയാണ് ഇട്ടുതരുന്നെങ്കിൽ നമ്മൾ ചായ കുടിക്കും. പിന്നെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുടിക്കും. കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇവിടെ പ്രാക്ടീസിനെത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ആക്ച്വലി ഈ ഡാൻസ് ഞങ്ങൾ കളിച്ചതാണ്. ഒരിടത്ത് കൂടി പ്രോഗ്രാം വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങളെല്ലാം ചങ്ക്സാണ്.